തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മണക്കാട് വാർഡിലും ചാല വാർഡിലും ജനസമ്മതി നേടുകയും ഈ തെരഞ്ഞെടുപ്പിൽ അമ്പലത്തറ വാർഡിൽ ജനവിധി നേടുന്നതുമായ ഭാരതീയ ജനതാ പാർട്ടിയുടെ കരുത്തുറ്റ സ്ഥാനാർത്ഥിയായ സിമി ജ്യോതിഷാണ് നമ്മളോടൊപ്പം ചേരുന്നത്. സ്ഥാനാർത്ഥിയോട് നമുക്ക് തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ ചോദിച്ചു തന്നെ അറിയാം. മേഡം, തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ഏതുവരെ? തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഗൃഹസമ്പർക്കം രണ്ടാം റൗണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് നമുക്കിപ്പോൾ ഈ വാർഡിൽ കാഴ്ചവെക്കാനായിട്ട് പറ്റുന്നത്. 2 റൗണ്ട് എന്ന് പറയുമ്പോൾ എല്ലാ വ്യക്തികളെയും മിക്കവാറും ഉള്ള വോട്ടർമാരെയൊക്കെ നമുക്ക് ഇതിനോടകം ഈ 16 ദിവസം കൊണ്ട് രണ്ട് പ്രാവശ്യം കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഒരു പ്രത്യാശ നൽകുന്ന ഒരു കാര്യം തന്നെയാണ് എല്ലാവരെയും നേരിൽ കാണാൻ പറ്റിയെന്നുള്ളത്. കഴിഞ്ഞ തവണ ചാല വാർഡിൽ ജനസമ്മതി നേടിയിരുന്നു. ഇത്തവണയും ആ പ്രതീക്ഷ ഭാരതീയ ജനതാ പാർട്ടി കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഈ അമ്പലത്തറ വാർഡിനെ സംബന്ധിച്ചിടത്തോളം CPIയുടെ കയ്യിലാണ് വർഷങ്ങളായിട്ട് ഈ ഒരു വാർഡ്. ഇടയ്ക്ക് ഒരു പ്രാവശ്യം മാത്രം കോൺഗ്രസിലേക്ക് പോയിട്ട് വീണ്ടും CPIയുടെ കയ്യിലേക്ക് വന്ന വാർഡാണ്. കഴിഞ്ഞ 20 വർഷമായിട്ട് ഒരു ഭാര്യയും ഭർത്താവും അടങ്ങുന്ന ഒരു കുടുംബത്തിലെ 2 പേർ തന്നെയാണ് മാറി മാറി ഈ വാർഡിന്റെ കൗൺസിലറായി വന്നുകൊണ്ടിരുന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആയിരുന്നാൽ പോലും വികസന പ്രവർത്തനങ്ങളിൽ വലിയ കാര്യമായിട്ടൊന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് 10-16 ദിവസം കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ജനങ്ങളൊക്കെ അവർക്ക് എതിരായിട്ട് അല്ലെങ്കിൽ വികസനം നടക്കാത്ത കാരണം തന്നെ വളരെ ദേഷ്യത്തിലാണ് പല ആൾക്കാരും. അത് നമുക്ക് അനുകൂലമായിട്ട് ഭവിക്കുമെന്ന് തന്നെയാണ് വിശ്വാസം. മണക്കാടും ചാലയിലും ആവർത്തിച്ച വിജയം തീർച്ചയായിട്ടും അമ്പലത്തറയിലും ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഇത്തവണത്തെ ഭരണം BJPക്ക് പിടിച്ചെടുക്കാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും. കഴിഞ്ഞ തവണയും നമുക്ക് ചാൻസ് ഉണ്ടായിരുന്നതാണ്. അവരേതാനും സ്വതന്ത്രരെയൊക്കെ ചേർത്തിട്ട് ഭൂരിപക്ഷം 50-ന് മേലെ ആക്കിയത് കൊണ്ട് മാത്രം നമുക്ക് കുറച്ച് നഷ്ടം സംഭവിച്ചു. പക്ഷെ ഇത്തവണ അങ്ങനെയല്ല. കഴിഞ്ഞ 5 വർഷക്കാലം എന്നല്ല, അതിന് മുന്നേ ഉള്ള 5 വർഷക്കാലവും നഗരത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ളവ നടത്തുന്ന കാര്യത്തിൽ ഭരണസമിതി പരാജയപ്പെട്ടു എന്നുള്ളതാണ് സത്യം. കഴിഞ്ഞ 5 വർഷക്കാലം എന്ന് പറയുമ്പോൾ ഒരു നവോത്ഥാനത്തിന്റെ പേരിൽ ഒരു ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയെ മേയറാക്കിക്കൊണ്ട് ഒരു പരീക്ഷണം നടത്തിയതാണ്. ആ പരീക്ഷണം വിജയിച്ചില്ല എന്ന് മാത്രമല്ല, CPM എന്നുള്ള പ്രസ്ഥാനത്തിനെ ഏറ്റവും താഴെത്തട്ടിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ 5 വർഷം കാണാൻ സാധിച്ചത്. നിരവധിയായിട്ടുള്ള ഫണ്ടുകൾ, അത് കേന്ദ്ര ഫണ്ടാവട്ടെ, സംസ്ഥാന ഫണ്ടാവട്ടെ, നഗരസഭയുടെ തനത് ഫണ്ടാവട്ടെ, ആവശ്യത്തിൽ ഫണ്ട് ഉണ്ടായിട്ടും വന്നിട്ടും ഒക്കെ അതൊന്നും തന്നെ കൃത്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ, അല്ലെങ്കിൽ പല ഫണ്ടുകളും വകമാറ്റിക്കൊണ്ടും ഒക്കെ ജനങ്ങളിലേക്ക് പദ്ധതികളൊന്നും എത്താത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടന്നു വന്നിട്ടുള്ളത്. അത് ജനങ്ങളൊക്കെ തിരിച്ചറിയുകയും ചെയ്തു. കുറച്ച് ധാർഷ്ട്യത്തോടു കൂടിയുള്ള ഭരണ സംവിധാനം മുന്നോട്ട് പോയപ്പോൾ സാധാരണക്കാർക്ക് ഒരു മേയർ അല്ലെങ്കിൽ ആ ഒരു നഗരസഭ ഭരണത്തോട് അടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അത് ജനങ്ങളുടെ ഇടയിൽ ഒരു വിഷമമായിട്ട് നിൽക്കുന്നുണ്ട്. അതവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതെല്ലാം തന്നെ BJPക്ക് അനുകൂല ഘടകമായി മാറും. അതുകൊണ്ട് തന്നെ BJP ഭരണം, നഗരസഭയുടെ ഭരണം BJPയുടെ കൈകളിലെത്തും. BJPയുടെ മേയർ തീർച്ചയായിട്ടും ഉണ്ടാകും. ചാല വാർഡിൽ വിജയിച്ചപ്പോൾ മേഡം പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെയും ജനസമ്മതി നേടുകയാണെങ്കിൽ അതുപോലെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമോ? തീർച്ചയായിട്ടും. ചാലയിൽ മാത്രമല്ല, അതിന് മുന്നേ മണക്കാടായിരുന്നപ്പോഴും മണക്കാടും കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടിയ സീറ്റാണ്. അവിടെയും വികസനം മുരടിച്ച് നിന്ന ഒരു കാലത്താണ് എൻ്റെ കൈകളിലേക്ക് എത്തുന്നത്. നമ്മൾ മറ്റൊന്നും ഒരു വലിയ സംഭവം എന്ന് പറയുകയല്ല, നമുക്ക് കിട്ടുന്ന ഫണ്ടുകളൊക്കെയും കൃത്യമായി വിനിയോഗിച്ചുകൊണ്ട് വാർഡിലെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്കായിട്ട് വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് സത്യം. അത് വികസനം ഏറ്റവും ആദ്യം എത്തേണ്ട സ്ഥലത്ത് മുൻഗണനാ ക്രമത്തിൽ ആ വികസനങ്ങൾ, അത് റോഡായാലും ഓടയായാലും ഒക്കെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ ക്ഷേമ കാര്യങ്ങളാണെങ്കിലും അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് എത്തിക്കാനായിട്ട് ആണ് ശ്രമം നടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ മണക്കാട്, അതുപോലെ ചാലയിൽ നമുക്ക് വികസന പ്രവർത്തനങ്ങളെന്ന് പറയുമ്പോൾ സ്മാർട്ട് സിറ്റിയുടെ 50ഓളം കോടി രൂപ നമുക്ക് വികസന പ്രവർത്തനം അവിടെ നടത്താൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സംഭവം. ചാലയുടെ മുഖച്ഛായ മാറ്റുന്ന തരത്തിലുള്ള വർക്കുകളാണ് അവിടെ നടത്തുന്നത്. ഇനിയും പൂർത്തിയാകാനുണ്ട്. പക്ഷെ അവിടെ നഗരസഭയുടെ ഫണ്ടുകൾ നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. മൊത്തം ചാല ഫുള്ള് പൈതൃകം നഗരവും
സ്മാർട്ട് സിറ്റി പദ്ധതിയിലും ഒക്കെ ഉൾപ്പെട്ട ഒരു കാഴ്ചയാണ്. എന്നാലും അതിൽ ഉൾപ്പെടാത്ത ഭാഗങ്ങളൊക്കെയും ഓടകൾ കെട്ടി വെള്ളക്കെട്ട് പരിഹരിക്കാൻ സാധിച്ചു. ഒരു പ്രത്യേക പ്രദേശം കേന്ദ്രീകരിച്ച് വർഷങ്ങളായിട്ട് നിലനിന്നിരുന്ന വെള്ളക്കെട്ട് അവിടെ പരിഹരിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ നേട്ടമായിട്ട് ഞാൻ കാണുന്നത്. അതുപോലെ തന്നെ മാലിന്യം മാറ്റുന്ന കാര്യത്തിൽ അതിന് മുന്നേ ഉണ്ടായിരുന്ന ഒരു ചാലയല്ല ഇപ്പോൾ ചെന്ന് നോക്കുമ്പോൾ മാലിന്യത്തിന്റെ കാര്യത്തിൽ. പിന്നെ ചില ശക്തികൾ മനഃപൂർവ്വമായിട്ട് ഒരു പ്രദേശം കേന്ദ്രീകരിച്ച് മാലിന്യം കൊണ്ടിടുന്ന ഒരു സംഭവം മാത്രമാണ് അവിടെ ഇപ്പോൾ നിലവിലുള്ളത്. മറ്റ് വീടുകളിൽ നിന്നുള്ള മാലിന്യം എടുക്കാൻ, കടകളിൽ നിന്നുള്ള മാലിന്യം എടുക്കാനൊക്കെ നമ്മൾ പ്രത്യേക സംവിധാനം നഗരസഭ തരുന്നതിന് മുന്നേ തന്നെ മറ്റ് ഏജൻസികളെയൊക്കെ വെച്ച് കൃത്യമാക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എൻ്റെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതൊരു നല്ലൊരു കാര്യം തന്നെയാണ് ചാല പോലുള്ള പ്രദേശത്ത് ചെയ്തതെന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. നഗരസഭയുടെ ഫണ്ടുകളും കൃത്യമായിട്ട് വീടുകൾ കിട്ടാൻ ഏറ്റവും അർഹതപ്പെട്ടവരുടെ കൈകളിൽ തന്നെ വീടുകൾ എത്തിക്കാനായിട്ട് സാധിച്ചു. പല ക്ഷേമ പ്രവർത്തനങ്ങളും, പെൻഷൻ ഉൾപ്പെടെയുള്ള ക്ഷേമകാര്യങ്ങൾ അല്ലെങ്കിൽ പട്ടികജാതി വിഭാഗത്തിന് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങൾ എത്രയും അർഹതപ്പെട്ടവരെ കണ്ടുപിടിച്ച് അവർക്ക് തന്നെ നൽകാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഏതൊരു കാര്യമായാലും നമ്മുടെ മുന്നിൽ എത്തുന്ന കാര്യങ്ങളെല്ലാം തന്നെ അതൊരു ഈശ്വര നിയോഗം എന്ന് കരുതി തന്നെയാണ് ചെയ്തു കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാരുടെ മനസ്സിലും എനിക്ക് ചേക്കേറാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് വിശ്വാസം. പലരുടെയും ഫോണിലൂടെയുള്ള സംസാരവും നേരിട്ടുമൊക്കെ ജനങ്ങൾ കാണുമ്പോൾ പറയുന്നത് വെച്ചിട്ട് എനിക്ക് തൃപ്തിയാണ്. ഒരു തൃപ്തിയോടുകൂടി തന്നെയാണ് ഞാൻ 2 വാർഡിലും കൗൺസിലർ എന്നുള്ള പദവിയിൽ നിന്ന് ഒഴിഞ്ഞിട്ടുള്ളത്. ഇവിടെയും അതേപോലെ തന്നെ നമുക്ക് ഒരു പ്രത്യേക പ്രദേശം, ഇവിടെ അമ്പലത്തറ വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനികളും ഒക്കെ നല്ല സൗഹൃദത്തോടു കൂടി വാഴുന്ന ഒരു പ്രദേശമാണ്. എല്ലാവരും തന്നെ വോട്ടർമാരായിട്ട് എണ്ണത്തിൽ തുല്യ പങ്കാളികളാണ്. എത്ര മുസൽമാന്മാരുണ്ടോ അത്രത്തോളം തന്നെ ഹിന്ദുവുമുണ്ട്, അത്രത്തോളം തന്നെ ക്രിസ്ത്യാനികളും ഉണ്ടെന്നുള്ള തലത്തിൽ ഇരിക്കുന്ന വാർഡാണ്. അവിടെ പോലും മുൻ കൗൺസിലർ മതത്തിന്റെ പേരിലൊക്കെ ഇപ്പോൾ ഇലക്ഷൻ സമയത്ത് പ്രത്യേകിച്ച് ഒരു സ്പർദ്ധ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒന്നുമില്ല. എല്ലാവരെയും തുല്യരായി കണ്ടുകൊണ്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇവിടെ ഒരു പ്രത്യേക മതവിഭാഗം താമസിക്കുന്നിടത്ത് മാത്രം വികസനം വരിക, അവർക്ക് മാത്രം ക്ഷേമകാര്യങ്ങൾ ചെയ്തു കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ എനിക്ക് 10-16 ദിവസത്തെ ഈ വർക്കിനിടയ്ക്ക് മനസ്സിലായത്. ഒരു പ്രത്യേക പ്രദേശം അവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല, അവിടെ യാതൊന്നും നടന്നിട്ടില്ല. ഏറ്റവും അധികം വെള്ളക്കെട്ട് എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം നഗരത്തിൽ ഏറ്റവും അധികം വെള്ളക്കെട്ട് അനുഭവപ്പെടുന്ന വാർഡ് അമ്പലത്തറ വാർഡാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ചാലയാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്, പക്ഷേ അല്ല. ഇവിടെ പകൽ സമയത്ത് എത്ര സൂര്യ വെളിച്ചം ഉണ്ടായാലും നനവ് അനുഭവപ്പെടുന്ന തരത്തിലുള്ള വെള്ളക്കെട്ടാണ്. അപ്പോൾ തോടുകൾ കിലോമീറ്ററുകളോളം ഈ വാർഡിലൂടെ തന്നെ ഒഴുകുന്ന തോടുകളുണ്ട്. ഈ തോടുകളൊന്നും വൃത്തിയാക്കിയിട്ടില്ല. ആറൊഴുകുന്നുണ്ട്, അതിൻ്റെ ഇരു കരകളും നമുക്ക് വൃത്തിയാക്കാനായിട്ട് സാധിച്ചിട്ടില്ല, സൈഡ് വാൾ കെട്ടാനായിട്ട് സാധിച്ചിട്ടില്ല. അങ്ങനെ അതെല്ലാം ക്ലീൻ ചെയ്താൽ മാത്രമേ, ഒരു വലിയൊരു പ്രത്യേക പദ്ധതി കൊണ്ടുവന്ന് അത് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി സൈഡ് വാൾ ഉൾപ്പെടെ കെട്ടിയാൽ മാത്രമേ ഈ പ്രദേശത്തെ വെള്ളക്കെട്ടിനൊരു പരിഹാരം ഉണ്ടാവുള്ളൂ. പല വീടുകളും ഇപ്പോഴും വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന, അല്ലെങ്കിൽ മുട്ടോളം വെള്ളത്തിലൂടെ നടന്നാലേ ആ വീടുകളിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധ്യമാവുന്നുള്ളൂ. അത് വളരെ വിഷമകരമായ ഒരു അവസ്ഥയാണ്. അപ്പോൾ 20 വർഷം തുടർച്ചയായിട്ട് ഒരു കൗൺസിലറുടെ കയ്യിലിരിക്കുക, അല്ലെങ്കിൽ 25-30 വർഷത്തോളം തുടർച്ചയായി ഒരു പ്രത്യേക വിഭാഗത്തിന്റെ MLA തന്നെ ഭരിക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിട്ടും ഇവിടെ നമുക്ക് ഒരു വികസനം, ആ തരത്തിലുള്ള ഒരു വികസനം, നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു വികസനം കൊണ്ടുവരാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല. അത് മാറും. അത്തരത്തിലുള്ള വികസനമില്ലായ്മ മാറ്റി വികസനവും ക്ഷേമ പ്രവർത്തനവും കൊണ്ടുവരുവാനാണ്. അതൊരു പ്രത്യേക കേന്ദ്ര പദ്ധതി നേരിട്ട് കൊണ്ടുവരുവാനായിട്ട് വന്നാൽ മാത്രമേ നടക്കുകയുള്ളെങ്കിൽ തീർച്ചയായിട്ടും അതിന് പരിശ്രമിച്ചുകൊണ്ട് അതിന് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ വാക്ക് തന്നിട്ടുണ്ട്. കേന്ദ്ര പദ്ധതികളെല്ലാം ഡയറക്റ്റ് നമുക്കിവിടെ കൊണ്ടുവന്ന് എന്ത് കാര്യമായാലും അതിന് പരിഹാരം ഉണ്ടാക്കാനുള്ള ഒരു സഹായം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്ന ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആ ഉറപ്പും കൊണ്ട് തന്നെ ധൈര്യമായിട്ട് എനിക്ക് ജനങ്ങളോട് പറയാൻ സാധിക്കുന്നുണ്ട്. എന്ത് വില കൊടുത്തും അത്തരം കാര്യങ്ങൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് ഈ ജനങ്ങളുടെ ഈ ഭാഗത്തെ വികസനം, ക്ഷേമം ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുക. അർഹതപ്പെട്ടവരുടെ കൈകളിലേക്കും തന്നെ അത്തരം ഉപഭോക്താക്കളെ കണ്ടെത്തിക്കൊണ്ട് അങ്ങനെയുള്ള ക്ഷേമകാര്യങ്ങളും ചെയ്യുമെന്ന് ഉള്ള ഒരു ഉറച്ച വാക്ക് അവർക്ക് പ്രതിജ്ഞ നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ വാക്ക് കൊടുത്തുകൊണ്ടാണ് ഞാൻ എൻ്റെ ഓരോ ദിവസവും ഈ
ജനങ്ങളെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അത് ജനങ്ങളിലും ഒരു വിശ്വാസം ഉളവാക്കിയിട്ടുണ്ട്. 2 തവണ കൗൺസിലറായി മികച്ച സേവനം കാഴ്ചവെച്ച ഒരു വ്യക്തിയാണെന്ന് അവർക്ക് എങ്ങനെയൊക്കെയോ റിപ്പോർട്ടുകൾ കിട്ടിയിട്ടുണ്ട്. അതും കൂടി എനിക്ക് ഗുണകരമായിട്ട് ഭവിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ ഒരു പ്രതീക്ഷയും അതാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ വളരെ ആത്മാർത്ഥതയോടുകൂടി അത്തരം കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. മണക്കാട് വാർഡിലും ചാല വാർഡിലും വിജയം കൈവരിച്ച സ്ഥാനാർത്ഥിയായ മേഡം ഈ അമ്പലത്തറ വാർഡിൽ വിജയം കൈവരിക്കുകയാണെങ്കിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും ആദ്യം വെള്ളക്കെട്ട് പരിഹരിക്കാൻ എന്താണ് നടപടി എന്നുള്ള ശാസ്ത്രീയമായിട്ട് അതിൻ്റെ വിദഗ്ധരെ കൊണ്ടുവന്ന് പരിശോധിപ്പിച്ച് ആ വെള്ളക്കെട്ടുകൾ ഏത് ഭാഗത്ത് ഇന്ന ഭാഗമൊന്നുമില്ല, ഈ ചുറ്റുവട്ടം എന്ന് പറഞ്ഞാൽ 3-4 കിലോമീറ്റർ ചുറ്റളവിൽ കിടക്കുന്ന ഒരു വാർഡാണ്. ഏതാണ്ട് എല്ലാ പ്രദേശവും എങ്ങനെയൊക്കെയോ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അതിന് ആ വെള്ളക്കെട്ട് പരിഹരിക്കാനുള്ള ഒരു മാർഗമായിരിക്കും ആദ്യം കണ്ടെത്തുക എന്നുള്ളത്. രണ്ടാമതായിട്ട് എനിക്ക് മനസ്സിലായത് പല ഭാഗത്തും വേസ്റ്റ് മാനേജ്മെന്റ് കൃത്യമല്ലാത്തതിന്റെ പ്രശ്നമുണ്ട്. പല ഭാഗത്തും മാലിന്യം വലിച്ചെറിയുന്ന ഒരു കാഴ്ച. ഇവിടെ കുമരിച്ചന്ത കേന്ദ്രീകരിച്ച് ഒരു എറോബിക് ബിന്ന് വെച്ചിട്ടുണ്ട്. വളരെ അശാസ്ത്രീയമായിട്ട് അത് ഉപയോഗിക്കുന്ന കാരണം അത് ആ പരിസരവാസികൾക്കൊക്കെ വിഷമം, കുഞ്ഞുങ്ങൾക്കൊക്കെ അസുഖം നേരിടുന്ന ആ നാറ്റം കൊണ്ടിട്ട് ആ പരിസരത്തേക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഹോസ്പിറ്റലുണ്ട്, ആയുർവേദ ഹോസ്പിറ്റലുണ്ട്. അവിടെ രോഗികൾക്ക് വരാൻ പറ്റാത്ത സാഹചര്യം. ഇതൊന്നും ഒരിക്കലും ഏറ്റവും നല്ല മാലിന്യമുക്തമായ നഗരം എന്ന് അവകാശപ്പെടുന്ന മേയർ ഉൾപ്പെടെയുള്ളവർ അവകാശപ്പെട്ടപ്പോഴും ഇങ്ങനെ ഒരു പ്രദേശമുണ്ടോ എന്നുള്ളത് വളരെ ലജ്ജിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എന്തായാലും അത് അവിടുത്തെ ജനങ്ങളുടെ ആവശ്യമാണ്. അത് വിജയിച്ചു വന്നാലെന്നല്ല, ഒരു പക്ഷേ ആ വിജയമില്ലെങ്കിൽ പോലും അത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. തീരുമാനം എന്തായാലും ആ മാർക്കറ്റുമായി കേന്ദ്രീകരിച്ചുള്ള ആ മാലിന്യ വിഷയത്തിന് ഒരു പരിഹാരം കണ്ടെത്താൻ 100% ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കും. മൂന്നാമത് എനിക്ക് തോന്നിയിട്ടുള്ളത് വീടുകൾ നൽകുന്ന കാര്യം. വാസയോഗ്യമല്ലാത്ത വീടുകളുള്ള നിരവധി ആൾക്കാരെ എനിക്ക് ഇതിനിടയ്ക്ക് കാണാൻ സാധിച്ചു. പല ഭാഗത്തും, പ്രത്യേകിച്ച് ഈ ഇടതുഭാഗം കേന്ദ്രീകരിച്ച് അങ്ങനെയുള്ളവരെ മാത്രം കണ്ടെത്തി അവർക്ക് ആദ്യം വീടുകൾ നിർമ്മിച്ച് നൽകാനുള്ള പദ്ധതി ഏതായാലും PMAY ആയാലും ലൈഫ് ആയാലും ഒക്കെ അതിൽ ഉൾപ്പെടുത്തി ഏറ്റവും അർഹതപ്പെട്ടവർക്ക് ആദ്യം വീടുകൾ നിർമ്മിച്ച് കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കും. അതുപോലെ തന്നെ നമ്മുടെ BSUP പദ്ധതി പ്രകാരവും ലൈഫ് പദ്ധതി പ്രകാരവും ഒക്കെ നമ്മുടെ കല്ലടിമുഖത്ത് ഫ്ലാറ്റുകൾ നിർമ്മിച്ച് നഗരസഭയും സർക്കാരും ചേർന്ന് നൽകിയിട്ടുണ്ട്. ഈ പ്രദേശത്തുള്ളവർക്കല്ല അത് കിട്ടിയിരിക്കുന്നത്. നഗരത്തിന്റെ 100 വാർഡുകളിലുമുള്ള അർഹതപ്പെട്ടവരെന്ന് അവർക്ക് തോന്നിയ വ്യക്തികളെ തന്നെയാണ് താമസിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ആ കെട്ടിടങ്ങളൊക്കെയും പലതും പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണ്. മഴ പെയ്താൽ ചോരുന്ന അവസ്ഥയിലാണ്. അവരുടെ ഡ്രെയിനേജ് സംവിധാനങ്ങളെല്ലാം പൊട്ടിമാറിയ അവസ്ഥയിലാണ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ സീവേജ് സംവിധാനം ഇല്ല. എല്ലാം ടാങ്കുകൾ അല്ലെങ്കിൽ കുഴികൾ കുത്തിയിട്ടാണ് അത് സ്റ്റോറേജ്. അവിടെ ഒക്കെ അതെല്ലാം പൊട്ടിയൊലിക്കുന്ന ഒരു സാഹചര്യം. സർക്കാർ പാവപ്പെട്ടവന് കൊടുത്ത വീടുകൾ പോലും നേരെ ചൊവ്വേ സൂക്ഷിക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല. അതിൽ വിഷമിക്കുന്ന ഒട്ടനവധി പേരുണ്ട്. ഏത് സമയത്തും പൊളിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലുള്ള ഫ്ലാറ്റുകൾ വരെ നമുക്ക് കാണാൻ സാധിച്ചു. അതിൻ്റെ എണ്ണം എടുത്തുകൊണ്ട് അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ അപാകതകൾ വന്നിരിക്കുന്നത് അതെല്ലാം എടുത്ത് മെയിൻ്റനൻസ് ചെയ്യുകയോ പുതുക്കി പണിയുകയോ ചെയ്യുന്ന കാര്യത്തിലും കൂടി അടിയന്തരമായിട്ടൊരു തീരുമാനം ഉണ്ടാക്കി. കാരണം സുരക്ഷിതമായിട്ട് അവർക്ക് കിടക്കണമല്ലോ. സർക്കാർ നൽകിയ വീടുകളാണ്. അപ്പോൾ അത് ആരാണോ ആ വീടുകൾ നിർമ്മിച്ച ആ ഏജൻസിയെ കൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ചെയ്യിക്കാനും. ആ പരിസര പ്രദേശം ആകെ കാട് കയറി വെള്ളവും കയറി ഇഴജന്തുക്കൾ വീടുകളിലേക്ക് കയറി വരുന്ന സാഹചര്യം. അത് പല ഭാഗത്തും മിക്ക വീടുകളിലും 2-3 പട്ടികളെ വളർത്തുന്ന സാഹചര്യം. അത് കെട്ടിയിടുകയല്ല, തുറന്ന് വിട്ടേക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഇത്രയും അധികം മൃഗങ്ങളെ വളർത്തുന്ന സ്ഥലം ഞാൻ കണ്ടിട്ടില്ല. തിരുവനന്തപുരം മൊത്തം യാത്ര ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. 1-2 പട്ടികൾ അവിടെ ഒരു 10-15 വീടിന് ഒരിക്കലൊക്കെ കണ്ടുകൊണ്ടിരുന്നത് ഇവിടെ മിക്കവാറും എല്ലാ വീടുകളിലും ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോൾ വലിയ വിഷമുള്ള മൂർഖൻ ഉൾപ്പെടെയുള്ള വലിയ പാമ്പുകൾ കയറി വരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ അതിനെ പ്രതിരോധിക്കാനാണ് ഇങ്ങനെ പട്ടികളെ വളർത്തുന്നത്. അല്ലെങ്കിൽ പൂച്ചകൾ നിരവധിയായിട്ടുള്ള എണ്ണത്തിൽ 6-7 പൂച്ചകൾ ഒരു വീട്ടിൽ വളരുന്ന ഒരു സാഹചര്യമൊക്കെ. അപ്പോൾ ഇത്രത്തോളം ഭീകരമാണ്. വൈകുന്നേരങ്ങളിൽ ലൈറ്റില്ല, ഇരുട്ട് സമയത്ത് സന്ധ്യ കഴിഞ്ഞാൽ നമ്മൾ അതിലേ പോകാൻ പേടിക്കണം. ഇഴജന്തുക്കളുടെ വാസസ്ഥലമാണ്. കുറ്റിച്ചെടികൾ വളർന്നു നിൽക്കുന്നു, ഒന്ന് വഴി പോലും വെട്ടി ഒതുക്കി കൊടുത്തിട്ടില്ല. ഇതൊക്കെ വളരെ വിഷമം തോന്നിയ കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെയാണ് ജനങ്ങൾ അത്യാവശ്യമായിട്ട് ആഗ്രഹിക്കുന്നത്, ആവശ്യപ്പെടുന്നത്, അവരുടെ ആവശ്യങ്ങളാണ്. പാമ്പ് കടി ഏൽക്കാതെ നടക്കുക,
അതിന് ഇരുട്ട് വീണാലും നടന്നു പോകാൻ പറ്റിയ തരത്തിൽ വെളിച്ചമുണ്ടാവുക, കാടുകളൊക്കെ വെട്ടിത്തെളിക്കുക തുടങ്ങിയ ഓടകൾ ഉള്ള ഓടകൾ ക്ലീൻ ചെയ്ത് ഒഴുക്ക് സുഗമമാക്കുക. ആറ്റിലേക്കൊക്കെ ഒഴുക്ക് സുഗമമായി വിട്ടാൽ ഒരുപക്ഷെ ഇത്രയും വെള്ളക്കെട്ട് വരില്ല. അപ്പൊ അങ്ങനെ ജനങ്ങൾ ആവശ്യപ്പെടുന്ന, ജനങ്ങൾ വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്ന അവരുടെ ആവശ്യങ്ങൾ, അടിസ്ഥാന കാര്യങ്ങൾ, അത് ആ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് അതൊക്കെയായിരിക്കും ആദ്യം ഞാൻ ചെയ്യുക. നമുക്ക് അതിനുള്ള ഫണ്ടുണ്ട്, കിട്ടുന്ന ഫണ്ടുകൾ തന്നെയാണ്. അതൊന്നും തന്നെ മാറ്റി ചെലവഴിക്കാതെ കൃത്യമായി ഉപയോഗിക്കേണ്ടടുത്ത് ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾ നന്നായി നിറവേറ്റുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം ഒരു കൗൺസിലറാണെന്നുള്ള നിലയ്ക്ക്. ഇക്കഴിഞ്ഞ ഭരണം ഒരു അഴിമതി നിറഞ്ഞ ഭരണമായിരുന്നു. ഈ കോർപ്പറേഷന്റെ പല സമരങ്ങളിലും മേഡം ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി നേതൃത്വം വഹിച്ചിട്ടുണ്ട്. ഈ അഴിമതി നിറഞ്ഞ ഭരണത്തിൽ നിന്ന് അനന്തപുരി രക്ഷിക്കാനാകുമോ? തീർച്ചയായിട്ടും അതിനുള്ള നല്ല വലിയൊരു പ്ലാനോടുകൂടി തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി തിരുവനന്തപുരം നഗരസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. തിരുവനന്തപുരം അല്ല, കേരളം ഒട്ടാകെ നമ്മൾ അങ്ങനെ തന്നെയാണ്. എന്നാലും ഒരു പ്രത്യേക പ്രാധാന്യം തിരുവനന്തപുരം നഗരസഭയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ 6-7 മാസക്കാലമായിട്ട് വ്യക്തമായ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ തെരഞ്ഞെടുപ്പിനെ നേരിടാനായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. അതിൽ എല്ലാ കാര്യങ്ങളും പെടും. നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ച പോലെ നമുക്ക് കഴിഞ്ഞ 5 വർഷം എന്ന് പറഞ്ഞാൽ അഴിമതി നിറഞ്ഞ ഒരു ഭരണം തന്നെയായിരുന്നു. അത് ഏതൊരു ഫണ്ടിന്റെ കാര്യത്തിൽ എടുത്താലും നമുക്കറിയാം. നടക്കാത്ത ആറ്റുകാൽ പൊങ്കാലയിലാണ് ആ ഒരു അഴിമതിയുടെ തുടക്കം ആ ഭരണസമിതി കുറിച്ചത്. അവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്കറിയാം 22ഓളം അഴിമതി കഥകളാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പുറത്തു കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുള്ളത്, തെളിവ് സഹിതം. അപ്പോൾ അതെല്ലാം കണ്ട് മടുത്ത്, അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ കൗൺസിലർ എന്നുള്ള നിലയ്ക്ക് നമ്മളെ മാറ്റി നിർത്തപ്പെടുന്ന ഒരു സാഹചര്യം, പല കാര്യങ്ങളിലും ഒരു കത്തിന് പോലും മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ടുന്ന ഒരു അവസ്ഥ, റൂമിലേക്ക് മേയർ നമ്മളെ BJPയുടെ കൗൺസിലർമാരെ കയറ്റാത്തൊരവസ്ഥ, സഭയിൽ സംസാരിക്കുമ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഉന്നയിക്കുമ്പോൾ മൈക്ക് ഓഫ് ചെയ്തുകൊണ്ട് മുതിർന്ന കൗൺസിലർമാരെ പോലും അപമാനിക്കുന്ന ഒരു സാഹചര്യം ഒക്കെ കഴിഞ്ഞ 5 വർഷമായിട്ട് നമ്മൾ കണ്ട് മടുത്ത് വിഷമത്തോടു കൂടി ഇരിക്കുന്നതാണ്. അപ്പോൾ ഇത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിന് നന്നായിട്ട് അറിയാം. തിരുവനന്തപുരം നഗരസഭ കേന്ദ്രീകരിച്ച് നടന്നിട്ടുള്ള അഴിമതികളും അതിൽ അന്ന് നമ്മൾ 35 കൗൺസിലർമാരും എത്തരത്തിലൊക്കെയാണ് പ്രതികരിച്ചിട്ടുള്ളത്. നമുക്കൊരു വേള 32 ദിവസത്തോളം സഭയ്ക്കുള്ളിൽ സമരം ചെയ്യേണ്ടി വന്നു. അതിൽ 8 ദിവസം നിരാഹാരമായിരുന്നു. ഞാൻ ഉൾപ്പെടെയുള്ള വനിതകളെല്ലാം തന്നെ നിരാഹാരം അനുഷ്ഠിച്ച ഒരു വലിയൊരു സമരമായിരുന്നു. ചരിത്രം സൃഷ്ടിച്ച ഒരു സമരം തന്നെയായിരുന്നു. അതൊക്കെ ചെയ്യേണ്ടി വന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊന്നും ഇനി ആവർത്തിക്കാതിരിക്കാനായിട്ട് നമുക്ക് അർഹമായ കൗൺസിലർമാർക്ക്, ആരായാലും ഏത് പാർട്ടിയിലെ പ്രതിനിധിയായാലും അവർക്ക് അർഹമായ സ്ഥാനവും അവർക്ക് അർഹമായ ഫണ്ടുകളും ഒക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഒരു മാറ്റം അനിവാര്യമാണ്. ആ മാറ്റം തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ പ്രഖ്യാപിച്ചത്, നമുക്ക് നേരിട്ട് പ്രധാനമന്ത്രിയുടെ ആശീർവാദമുണ്ട്. അദ്ദേഹം നേരിട്ട് തിരുവനന്തപുരം നഗരസഭയുടെ വികസനം ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഭൂരിപക്ഷം ലഭിച്ച് നമ്മൾ ഭരണത്തിലേറിയാൽ 45 ദിവസത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി നേരിട്ട് തിരുവനന്തപുരം എത്തി നഗരസഭയുമായി ബന്ധപ്പെട്ട് ഉള്ള വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ഭാരതീയ ജനതാ പാർട്ടി ചെയ്യുന്നതെന്നുള്ള അടുത്ത 5 വർഷത്തേക്കുള്ള വ്യക്തമായ പ്ലാൻ അവതരിപ്പിച്ച് അത് കൃത്യമായി മോണിറ്ററിംഗ് ചെയ്ത് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ തീരുമാനം. നമ്മുടെ ലക്ഷ്യം വികസനം തന്നെയാണ്. ഒരു മാറ്റം അനിവാര്യമായ ആ ഒരു മാറ്റത്തിനായിട്ട് തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടി ശ്രമിക്കും എന്നല്ല, അത് പറഞ്ഞതെല്ലാം നടത്തി കാണിച്ചിട്ടുള്ളൊരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി, പ്രത്യേകിച്ച് നരേന്ദ്രമോദിജി. അതുകൊണ്ട് തന്നെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള വ്യത്യാസവും വരുത്താതെ എല്ലാവരെയും ഒന്നായി കണ്ടുകൊണ്ട്, ആരോടും പ്രീണനമില്ലാതെ എല്ലാവരെയും ഒന്നായി കണ്ടുകൊണ്ട് ഈ തിരുവനന്തപുരം നഗരം ലോകത്തിലെ ഏറ്റവും സുന്ദരവും ശുദ്ധവുമായ വികസനം കഴിഞ്ഞ ഏറ്റവും അധികം വികസനം വന്ന ഒരു നഗരമായിട്ട് മാറ്റാനായിട്ട് ഭാരതീയ ജനതാ പാർട്ടി മറ്റ് 2 പാർട്ടികളെയും പരീക്ഷിച്ച നിങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു അവസരം തരൂ എന്ന് പല അനൗൺസ്മെന്റിലും കേൾക്കുന്നുണ്ട്. ആ ഒരു അനൗൺസ്മെന്റ് ശരിക്കും നടപ്പിലാക്കാൻ സാധ്യതയുണ്ട്? അനൗൺസ്മെന്റിലൂടെ നമ്മൾ ജനങ്ങളോട് ആവശ്യപ്പെടുന്നതും അതാണ്. ഇപ്പൊ ഞങ്ങൾ നേരിട്ട് വീടുകളിൽ പോകുമ്പോൾ ആവശ്യപ്പെടുന്നതും അതാണ്. ഞങ്ങൾക്ക് ഒരു അവസരം തരണം. അവസരം ലഭിച്ചാൽ മാത്രമേ നമുക്ക് എന്തൊക്കെ ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അല്ല നമുക്ക് വാക്കുകളിലൂടെ പറയാം, പക്ഷെ ആ പ്രകടന പത്രികയിലൂടെ പറയുന്ന കാര്യങ്ങൾ ചെയ്ത് കാണിക്കണമെങ്കിൽ നമുക്ക് ആ സ്ഥാനം വേണം.
BJP കൗൺസിലർമാരിരുന്ന വാർഡുകളിലൊക്കെ ജനങ്ങൾക്ക് ആ ബോധം ഉണ്ടായിട്ടുണ്ട്. ഇവരുടെ കയ്യിൽ ആ അവസരം കൊടുത്താൽ എന്തൊക്കെയായിരിക്കും ചെയ്യുക എന്നുള്ളത് ഇതിനോടകം മനസ്സിലായിട്ടുണ്ട്. അത് വാക്കുകളിലൂടെ പല വാർഡുകളിലേക്കും വരുന്നുമുണ്ട്. അതെനിക്ക് ഇവിടെ നേരിട്ട് അനുഭവം ആവുകയാണ്. ചാലയിൽ ചെയ്ത നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് എന്നോട് പറയുന്നത് പോലെ തന്നെ മിക്ക കൗൺസിലർമാരോടും BJPയുടെ കൗൺസിലർമാർ നല്ല കാര്യങ്ങൾ ചെയ്തതെല്ലാം വാക്കുകളിലൂടെ വാമൊഴിയായിട്ട് പുറത്തേക്ക് വലിയൊരു പരസ്യമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ ഇപ്പോഴും ആവശ്യപ്പെടുന്ന അത് തന്നെ, ഒരു അവസരം തരിക. ആ 5 വർഷം നമ്മൾ ചെയ്തില്ലെങ്കിൽ വേണ്ട, മാറ്റിക്കോ, ഞങ്ങളെ വേണ്ട, നിങ്ങൾ ഇഷ്ടമുള്ള ആളിന് കൊടുത്തോ. പക്ഷെ എന്തായാലും പരീക്ഷണങ്ങൾ 50-ലേറെ വർഷമായിട്ട് നിങ്ങൾ നടത്തി വരികയാണ് അല്ലേ. UDFനെ ആയാലും LDFനെ ആയാലും മാറി മാറി കൊടുക്കുന്നു. അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രദേശമൊക്കെ LDF എന്ന സംവിധാനത്തിന് തന്നെ വർഷങ്ങളായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ അങ്ങനെയൊക്കെ കൊടുക്കുമ്പോഴും നമുക്ക് ഒരു പരാതി പറയേണ്ട അവസ്ഥയില്ല, വികസനം കൃത്യമായി നടന്നിട്ടുണ്ടെങ്കിൽ. പക്ഷെ നഗരം കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ച് അമ്പലത്തറ പോലെയുള്ള ചില വാർഡുകളിലൊന്നും വികസനം വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അത് നമുക്ക് കൊടുക്കണമെങ്കിൽ നമുക്കൊരു അവസരം വേണം. ആ അവസരം തരണമേ എന്ന് തന്നെയാണ് ഞങ്ങൾ ജനങ്ങളോട്, വോട്ടർമാരോട് ആവശ്യപ്പെടുന്നത്, പ്രാർത്ഥിക്കുന്നത് ഒക്കെ. അപ്പോൾ അങ്ങനെ ഒരു അവസരം ലഭിച്ചാൽ മാത്രമേ മുൻപുള്ളതും ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നതായിട്ടുള്ള വ്യത്യാസം ജനങ്ങൾക്ക് നേരിട്ട് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. എല്ലാവരും TV കാണുന്നവരല്ല, സാധാരണക്കാരാണ്. അപ്പോൾ അവർക്ക് നമ്മൾ പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുത്താൽ മാത്രമേ അവർക്ക് ആ വിശ്വാസം ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു അവസരം തരണമെങ്കിൽ തീർച്ചയായിട്ടും ജയിക്കണം. അതിന് വേണ്ടിയിട്ട് വോട്ട് ചെയ്യണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ അഴിമതി നിറഞ്ഞ ഭരണം അല്ലെങ്കിൽ അനന്തപുരി രക്ഷിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് ആകുമോ? തിരുവനന്തപുരത്തു നിന്നും വിജയ് ന്യൂസ്.